ഖബർ ശിക്ഷയിൽ നിന്ന് നമ്മളൊക്കെ കാവൽ തേടുന്നവരാണല്ലേ. എന്നാൽ അള്ളാഹുവിൻ്റെ സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുകയാണ്, 4 ആളുകൾക്ക് ഖബർ ശിക്ഷ ഉണ്ടാവില്ല. അവർ സുഖമായിട്ട് ഖബറിൽ കിടന്നുറങ്ങും. അങ്ങനെയുള്ള ഭാഗ്യവാന്മാരിലും ഭാഗ്യവതികളിലും നമ്മൾ പെട്ടിട്ടുണ്ടോ? ഇനി പെട്ടിട്ടില്ലെങ്കിൽ അതിലൊന്ന് പെടണ്ടേ? അപ്പോൾ ആ 4 വിഭാഗം ഏതാണെന്നറിയണ്ടേ? വേണോ വേണ്ടേ? ഉൾക്കൊള്ളാനുള്ള തൗഫീക്ക് ചെയ്യട്ടെ. 11,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാ, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. റജബ് മാസമാണ്, ഇടയ്ക്കിടയ്ക്ക് മറന്നുപോകാതിരിക്കാൻ വേണ്ടി ഉണർത്തുകയാണ്. ആ പ്രാർത്ഥന ഒന്ന് ചൊല്ലിക്കുക 3 തവണ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. അല്ലാഹുവേ, റജബിലും ഷഅബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണേ അല്ലാ, റമളാനിലേക്ക് ഞങ്ങൾ എത്തിക്കണേ അല്ലാ. ഈ ദുആ ഇടക്കിടക്ക് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണം കേട്ടോ. മുത്തുനബിയുടെ പ്രാർത്ഥനയാണ്. ഇരിക്കട്ടെ, നമുക്ക് റജബും ഷഅബാനും റമളാനൊക്കെ കിട്ടണത് എന്തിനാ? നാളെ മരിച്ചു ചെല്ലുമ്പോൾ ഖബറിലൊന്ന് സുഖമായിട്ട് കിടക്കണ്ടേ? വേണോ വേണ്ടേ? ഖബർ ശിക്ഷയെ ഭയപ്പെടാത്ത ആരാ ഉള്ളത്? ഖബർ ശിക്ഷയിൽ നിന്ന് നീ കാവൽ തരണേ അല്ലാ എന്ന് ഓരോ നിസ്കാരത്തിലും നമ്മൾ അല്ലാഹുവിനോട് ദ്വാരക്കുന്നില്ലേ? അത്രമേൽ ഭീകരമാണ് ഖബറിലെ അവസ്ഥ എന്നാണ്. അവിടെ മുഅ്മിനീങ്ങൾക്ക് സുന്ദരമായ സ്വർഗീയ അനുഭൂതിയാണ്. എന്നാൽ മുഅ്മിനല്ലാത്തവർക്ക്, ഈമാൻ പൂർത്തീകരിക്കാത്തവർക്ക്, പടച്ചോൻ്റെ കാരുണ്യം കിട്ടാത്തവർക്ക് വല്ലാത്ത അതികഠിനമായ അദാബാണ് ഖബറിലുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാൻ്റെ ഔലിയാക്കൾ പോലും ഖബർ ശിക്ഷയെ ഓർത്ത് കരയായിരുന്നു എന്നാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബറിൻ്റെ അടുക്കൽ നിന്നിട്ട് എപ്പോഴും പൊട്ടിക്കരയും. അപ്പോൾ ചോദിക്കപ്പെട്ടു, ഈ നരകം പറയുന്നത് കേട്ടിട്ടൊന്നും നിങ്ങൾ ഇതുപോലെ കരഞ്ഞിട്ടില്ലല്ലോ, ഈ ഖബറിന് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ ഇത്ര കരച്ചിൽ? ആ ആഖിറത്തിലേക്കുള്ള യാത്രയുടെ ആദ്യത്തെ വീടാണ് ഖബർ. ഇവിടെ രക്ഷപ്പെട്ടാൽ എല്ലായിടത്തും രക്ഷപ്പെടും, ഇവിടെ പെട്ടാൽ കഴിഞ്ഞു. സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണം. നിരന്തരം അള്ളാഹിനോട് ചോദിക്കുക, പടച്ചോനെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, അല്ലെങ്കിൽ പടച്ചോനെ ഖബർ ശിക്ഷയിൽ നിന്ന് നീ എന്നെ കാത്തുരക്ഷിക്കണേ. ഞങ്ങളുടെ അഹലുകാരെ, ഈ സ്വഭാവുൽ ഹൈർ കുടുംബത്തിൽ നിന്ന് മൺമറഞ്ഞു പോയ എത്രയോ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികളൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഖബർ ശിക്ഷയിൽ നിന്ന് നീ എളുപ്പം നൽകണേ അല്ലാ, നീ മോചനം നൽകണേ അല്ലാ. അപ്പോൾ ഖബർ ശിക്ഷയിൽ പെടാതിരിക്കാനായിട്ട് ദ്വാരണ മാത്രം പോരാ, ചില കാര്യങ്ങൾ ഉണ്ടാകണം നമ്മളിൽ. 4 കാര്യങ്ങൾ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. മഹാനായ അബുല്ലൈ സമർക്കന്തി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. അവിടുത്തെ തഫ്സീറൊക്കെ വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ ഇമാം സമർക്കന്തി തങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്, ആരെങ്കിലും ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കട്ടെ എന്നാണ്. 4 കാര്യങ്ങൾ ഈ പറയുന്ന രൂപത്തിലുള്ളൊരു മനുഷ്യനാണെങ്കിൽ അവന് ഖബറിൽ ശിക്ഷ ഉണ്ടാവില്ല. അപ്പോൾ നമുക്കൊന്ന് പഠിക്കാം, ഇത് നമുക്കുണ്ടോയെന്ന് നോക്കണം. ഇല്ലെങ്കിൽ നമ്മൾ പെടും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ നമ്മുടെ ജീവിതം ഒന്ന് മെച്ചപ്പെടുത്താനും കൂടെ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു തന്നെ കേട്ടോ. ഒന്നാമത്തേത് ഫൽ മുഹാഫളത്തു അല സ്വലാ, നിസ്കാരം കൃത്യാക്കുക. നിസ്കാരം കൃത്യാക്കുന്ന വിഷയത്തിൽ സൂക്ഷ്മത പാലിക്കുന്നവർ. എപ്പോഴെങ്കിലും നിസ്കരിക്കുന്നവരല്ല. നിസ്കാരം ഒരൊറ്റ വഖത്ത് നിസ്കാരം അവൻ ഖളാക്കൂല അല്ലേ? നമ്മൾ നിസ്കരിക്കേണ്ടത് എങ്ങനെയാണ്? നമ്മൾ ചില ആൾക്കാരുണ്ടാവും, 5 വഖത്ത് കറക്റ്റായിട്ട് പുള്ളി നിസ്കരിക്കണ്ട കേട്ടോ. പക്ഷേ നമ്മൾ അതുകൊണ്ട് മാത്രം ഒരാളെ വിലയിരുത്താനും പറ്റില്ല കേട്ടോ. ചില ആൾക്കാർ പറയും, ചില പുത്തൻവാദികളെ കാണുമ്പോൾ 5 വഖത്ത് നിസ്കാരം പക്കയാണ്, അതുകൊണ്ട് മാത്രം കാര്യമില്ല. ഫവൈലുല്ലിൽ മുസല്ലി, നിസ്കരിക്കുന്നവർക്ക് നാശം. അപ്പോൾ ഈമാൻ പൂർത്തീകരിച്ചുകൊണ്ടുള്ള നിസ്കാരം മാത്രം മതി അല്ലാഹ്ക്ക്. അല്ലാതെ ബിദ്അത്ത് നിറഞ്ഞു നിൽക്കേ നിങ്ങൾ എന്ത് നിസ്കരിച്ചിട്ടും കാര്യമില്ല. അതൊക്കെ അല്ലാഹ് കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയും. അല്ലാഹ് ഹിദായത്ത് കൊടുക്കട്ടെ. അതാണ് നമുക്ക് ദ്വാരക്കാനുള്ളത്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് എങ്ങനത്തെ നിസ്കാരമായിരിക്കണം. നമ്മൾ ഇനിയിപ്പോൾ ളുഹറിൻ്റെ സമയം കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഇപ്പം തന്നെ അസറാവും. ഒരു കഷ്ടപ്പാട്. നമ്മളെ ബാധ്യത നിർവഹിക്കാൻ, സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് പോയി നിസ്കരിക്കുന്നവരായി പോകരുത്. എന്താ നിസ്കാരം? അള്ളാഹുവുമായിട്ടുള്ള മുനാജാത്താണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അള്ളാഹുവായിട്ടുള്ള സംസാരം. അതായത് ബാങ്ക് വിളിക്കുമ്പോൾ എനിക്ക് നിസ്കരിക്കാൻ വൈകുന്നതിൻ്റെ കാരണം എന്താ? ഞാൻ നിസ്കരിക്കാൻ വൈകുന്നതിൻ്റെ കാരണം എന്താ? അതായത് ളുഹർ ബാങ്ക് വിളിച്ചിട്ടും എനിക്ക് അടുക്കളയിൽ നിന്ന് മാറി നിസ്കരിക്കാൻ തോന്നുന്നില്ല. കുളിയൊക്കെ കഴിഞ്ഞിട്ട് പയ്യ അസറിനോടടുത്ത സമയത്തേ ഞാൻ നിസ്കരിക്കുന്നുള്ളൂ. അതിൻ്റെ കാരണം എന്താ? എനിക്ക് തിരിച്ചറിവ് കിട്ടിയിട്ടില്ല, മഹബ്ബത്ത് ഉണ്ടായിട്ടില്ല. എൻ്റെ റബ്ബ്
സമയം തന്നിട്ട് എന്നോട് സംസാരിക്കാൻ കാത്തിരിക്കുന്ന നിമിഷം. വേണ്ടടോ, ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി നിങ്ങൾക്കൊരു അവസരം തന്നു കാണാനായിട്ട്. 9 മണിക്കാണ് സമയം പറഞ്ഞതെങ്കിൽ നിങ്ങൾ എത്ര മണിക്ക് ചെല്ലും അവിടെ? 8 മണിക്ക് മുമ്പ് അവിടെ ചെല്ലൂലേ? ളുഹർ ബാങ്ക് വിളിക്കുമ്പോൾ നിനക്ക് സമയം തന്നേക്കാൻ അള്ളാഹുവായിട്ട് വർത്താനം പറയാൻ. നീ അള്ളാഹിനെ പരിഗണിച്ചിട്ടില്ല, നീ നിൻ്റെ അടുക്കളയിലെ പണിയാണ് പരിഗണിച്ചത് അല്ലേ? അല്ലെങ്കിൽ നീ കച്ചവടത്തെയാണ് പരിഗണിച്ചത്. അതിന് സമയം കണ്ടെത്താതെ നീ ഓടി നടന്ന് നിൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ട് അവസാനത്തെ സമയത്ത് കൈകെട്ടുന്നവർ. അപ്പോൾ ഒരു ചോദ്യം, ഉസ്താദേ, ഞങ്ങളപ്പോൾ കെട്ടിയവന് ഫുഡ് ഉണ്ടാക്കണ്ടേ? വേണം, അത് അള്ളാഹ്ക്ക് വേണ്ടിയാകണം, കെട്ടിയവന് വേണ്ടിയാകരുത്. അള്ളാഹുവേ, ഞാനിപ്പോൾ നിസ്കരിക്കും, എനിക്ക് നിന്നെ കാണാൻ കൊതിയാണല്ലോ, ആ കൊതി മനസ്സിൽ. ഇതായത് ഒരു ബാധ്യത നിർവഹിക്കാനല്ല നീ പറയണത്. അള്ളാഹിനെ കാണാൻ കൊതിച്ചുകൊണ്ട്, പഠിച്ചവനെ നിനക്ക് ഇഷ്ടമാണല്ലോ എൻ്റെ ഇണയ്ക്ക് ഭക്ഷണം കൊടുക്കണത്, ഞാൻ ആ ഭക്ഷണം ഒന്ന് തയ്യാറാക്കിക്കോട്ടെ. അല്ല, അതിനൊക്കെ സമയം ഇനി ഒരുപാടുണ്ടെങ്കിൽ ആദ്യം നിസ്കാരത്തെ പരിഗണിക്കണം. ഭർത്താവ് ആ സമയത്ത് വരികയാണെങ്കിൽ ആ സമയത്ത് ഭക്ഷണം കൊടുക്കണം. രണ്ടായി തന്നെ മനസ്സിലാക്കണം, എല്ലാം അള്ളാഹ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ പറഞ്ഞു വന്നത് ആ ഒരു സ്നേഹത്തോടെ. അള്ളാഹു ഖുർആനിലെവിടെയും നിസ്കരിക്കണേ എന്നല്ല പറഞ്ഞത്. അതായത് നിങ്ങൾ സക്കാത്ത് കൊടുക്കണം, നിങ്ങൾ നോമ്പ് പിടിക്കണം എന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ അഖീമുസ്വല, നിസ്കാരം നിലനിർത്തണം എന്നാണ്. എപ്പോഴെങ്കിലുമൊക്കെ നിസ്കരിക്കുന്നവരാകണം എന്നല്ല, നിസ്കാരം നിലനിർത്തണം. അപ്പോൾ ഈ ഒരു സ്നേഹം നിറഞ്ഞ മനസ്സോടെ അള്ളാഹിനെ കാണണമെന്ന് കൊതിയോടെ നിസ്കരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഖബറിൽ അദാബില്ല എന്ന് മഹാനായ അബുൽ ലൈസ് റഹിമഹുല്ല കൃത്യമായിട്ട് പഠിപ്പിക്കാൻ. ഇനി രണ്ടാമത്തെ എന്താണ്? സ്വതക്ക കൊടുക്കലാണ്. അസ്വദഖത്തു റദ്ദുൽ ബലാ, അപകടങ്ങളെ തടയും. ഏറ്റവും വലിയൊരു അപകടമില്ലേ ഖബറിലെ അദാബ്? ആ ഖബറിലെ അദാബിനെ സ്വതക്ക തടയും. നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് എത്രയോ മനുഷ്യന്മാർ സ്വതക്ക ചെയ്യാനുണ്ട്. അള്ളാഹു അവരും മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കാൻ. അതായത് പലരും സ്വതക്ക ചെയ്ത് നശിഞ്ഞും പോകും. എന്തേ കാരണം? അള്ളാഹ്ക്ക് വേണ്ടിയല്ല, ഞാൻ വലിയ ആളാണെന്ന് കാണിക്കാനാണ്. ആ സ്വതക്ക അള്ളാഹ്ക്ക് വേണ്ട, അവർക്ക് സമാധാനം കിട്ടൂല. എന്നാൽ അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കുന്ന മനുഷ്യരാണ് നിങ്ങളെങ്കിൽ ഈ ദുനിയാവിലെ അപകടങ്ങൾ മാത്രമല്ല, ഖബറിലെ അദാബടക്കം അള്ളാഹു നിങ്ങളെ തൊട്ട് തടയും. സ്വതക്ക കൊടുക്കുമ്പോഴുള്ള മനസ്സെന്താ വേണ്ടത്? പലതവണ പറഞ്ഞിട്ടുണ്ട് നമ്മളില്ലേ, ഇത് എൻ്റേതല്ല, അള്ളാൻ്റെതാണ്. അള്ളാൻ്റെത് ഞാൻ കൊടുക്കുന്നു, അള്ളാഹ് എന്നെ ഏൽപ്പിച്ചതാണ് കൊടുക്കാൻ, ഞാൻ കൊടുക്കാൻ. ആ ബോധ്യത്തോടു കൂടെ സ്വതക്ക ചെയ്യുന്ന മനുഷ്യരെ നിങ്ങളെ ഖബറിലെ അദാബ് തൊടില്ല കേട്ടോ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, പടച്ചവൻ അതിൽ ഉൾപ്പെടുത്തട്ടെ. മൂന്നാമത്തേത് വഖിറാഅത്തുൽ ഖുർആൻ പതിവായി ഓതുന്നവർ. അതായത് റബ്ബിനോടുള്ള ഇഷ്ടമുണ്ടെങ്കിൽ റബ്ബിൻ്റെ കലാം, എൻ്റെ റബ്ബിൻ്റെ സംസാരം, അങ്ങനെയല്ലേ? ഈ പ്രണയിക്കുന്ന ആളുകൾ നിക്കാഹ് കഴിഞ്ഞിട്ട്, ഞാൻ പലപ്പോഴും ഉണർത്താറുണ്ട്, നിക്കാഹ് കഴിഞ്ഞ് കല്യാണം ഇച്ചിരി വൈകിട്ടാണ്, നിക്കാഹൊക്കെ കഴിഞ്ഞ് അതിന് മുമ്പുള്ള സംസാരം ഹറാമാട്ടോ. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് ഫോണും മേടിച്ചു കൊടുത്ത് പോണവരുണ്ട്. പച്ച ഹറാം. നിക്കാഹ് കഴിഞ്ഞിട്ട് പിന്നെ സംസാരിച്ചോട്ടെ, കാരണം പിന്നെ അവൻ്റെ ഭാര്യയായി, പിന്നെ അവളുടെ ഭർത്താവായി. പക്ഷേ നിക്കാഹ് കഴിഞ്ഞിട്ട് പിന്നെ വിവാഹത്തിന് അല്ലെങ്കിൽ കൂട്ടിക്കൊണ്ടുപോക്കിന് കുറച്ച് സമയം ഉണ്ടാകും. അപ്പോൾ ആ സമയത്ത് സംസാരിക്കാൻ കാത്തിരിക്കുന്ന പ്രണയനിർഭരമായ നിമിഷങ്ങളുണ്ട്. അവളുടെ ഓരോ സംസാരവും വേറൊരു ചിന്തയിലേക്ക് നിന്നെ കൊണ്ടുപോകില്ല. കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവൾ പറയുമ്പോൾ നമ്മൾ എന്താടി പറഞ്ഞേ അങ്ങനെ ആവും. അങ്ങനെ ആകരുത് കേട്ടോ. ആ പ്രണയം മരിക്കുവോളം നിലനിൽക്കണം. അതിന് അള്ളാൻ്റെ ബർക്കത്ത് വേണം. അള്ളാഹ് നമുക്ക് തരട്ടെ. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, ആ പ്രണയിക്കുന്ന സമയത്ത് അവരുടെ ശബ്ദം ഇങ്ങനെ കേൾക്കാൻ കൊതിച്ച് നിൽക്കും. രാത്രി 2 മണിയാകുമ്പോൾ ഹലോ, അതോ എന്ത് രസമാണ് എൻ്റെ മുത്തിൻ്റെ വോയിസ്. എന്തൊരു മധുരമുള്ള വോയിസാണ്. ഈ ചായക്ക് പഞ്ചസാരയൊന്നും വേണ്ട, എൻ്റെ മുത്തൊരു ഹലോ പറഞ്ഞാൽ മതി. ചായക്കൊക്കെ കുടിച്ചോളാടി ചക്കരയെ. എന്തേ ഉണ്ടായത്? അവളുടെ കലാമിൻ്റെ മധുരം, അത് അവളോടുള്ള പ്രണയമാണ്. പൊന്നുമോനെ അല്ലെങ്കിൽ പൊന്നുമോളെ, അള്ളാഹിനോട് നിനക്ക് പ്രണയം ഉണ്ടെങ്കിൽ ആ ഖുർആൻ ഇങ്ങനെ ഓതുമ്പോൾ അള്ളാഹ് നിൻ്റെ മനസ്സിൽ റബ്ബ് നിറയൂലേ. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. അള്ളാഹിനെ ഓർക്കണം. അങ്ങനെ ഓർത്തുകൊണ്ട് പതിവായി, വെറുതെ അങ്ങനെ ഓതിപ്പോവല്ല, അള്ളാഹിനെ ഓർത്തുകൊണ്ട്, അള്ളാഹിൻ്റെ കലാമാണെന്ന് ഓർത്തുകൊണ്ട് ഇങ്ങനെ നോതി നോക്കിയേ, അള്ളാഹു ഖബർ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ കാത്തുരക്ഷിക്കും. അങ്ങനെ ഓതണം തബാറക്ക സൂറത്ത്. അല്ലാണ്ട് വെറുതെ തബാറക്കൽ വേദിയിൽ ഡെയിലി ഓതും ഖബർ ശിക്ഷ, പിന്നെ ചെന്നാതി അങ്ങോട്ട്. അള്ളാഹ്ക്ക് വേണ്ടി ഓതണം. നാലാമത്തേത് വക്കസറത്തി തസ്ബീഹ് അധികരിപ്പിക്കുന്നവർക്ക് ഖബറിലെ ശിക്ഷ ഉണ്ടാവില്ല. നാലോചിക്ക് സുബ്ഹാനല്ലാഹ്, അത്രയേ ഉള്ളൂ തസ്ബീഹ്. സുബ്ഹാനല്ലാഹ് എന്താ അതിൻ്റെ മൊത്തത്തിലുള്ള ആശയം? അള്ളാഹുവാണ് പരിശുദ്ധൻ അല്ലേ? എല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധനായ റബ്ബ് അവൻ മാത്രമാണ്. ഉള്ള ന്യൂനതയ്ക്ക് എനിക്കുണ്ട്, ഞാൻ പരിശുദ്ധനല്ല എന്നുള്ള ബോധ്യമാണ് അവിടെ വേണ്ടത്. ആ ബോധ്യത്തിൽ തസ്ബീഹ് ചൊല്ലണം. ഒരു ഹദീസ് ഇങ്ങനെ കാണാമല്ലോ,
അയഅ്ജിസു അഹദുക്കും അൻ യക്സിബ കുല്ല യൗമിൻ അൽഫ ഹസന. നിങ്ങൾക്ക് ഒരു ദിവസം 1000 നന്മ നേടാൻ പറ്റുമോ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കാൻ 1000 നന്മ കിട്ടുന്നൊരു കാര്യം. ഫസഅലഹു സായിലു മിൻ ജുലസാഇ, ഇരിക്കുന്നൊരു സ്വഹാബി ചോദിച്ചു, കൈഫ യക്സിബു അഹദുന അൽഫ ഹസന, ഞങ്ങൾക്ക് എങ്ങനെയാണ് നബി 1000 നന്മയൊക്കെ ഒരു ദിവസം സമ്പാദിക്കാൻ പറ്റേണ്ടത്? 1000 നന്മകൾ എങ്ങനെ സമ്പാദിക്കാൻ പറ്റും? ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം യുസബ്ബിഹു മിഅത തസ്ബീഹ്, യുസബ്ബിഹു മിഅത തസ്ബീഹത്തിൻ, 100 തസ്ബീഹ് ചൊല്ലുക, സുബ്ഹാനല്ലാഹ് അങ്ങനെ 100 തവണ. ഫയുക്തബു ലഹു അൽഫു ഹസനത്തിൻ, നിനക്ക് 1000 നന്മകൾ എഴുതപ്പെടും. ഔ യുഹത്തു അൻഹു അൽഫു ഖത്തിഅത്തി, അള്ളാഹു നിൻ്റെ 1000 തിന്മകൾ മായ്ച്ചു കളയും. എടോ, ഡെയിലി 1000 തിന്മ വെച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഖബറിലേക്ക് സുന്ദരമായിട്ട് അങ്ങ് പോവുമല്ലേ? അതിലപ്പുറം എന്താ വേണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ തസ്ബീഹ് ചൊല്ലുന്നവരാണ് നിങ്ങളെങ്കിൽ ഖബർ ശിക്ഷയിൽ നിന്ന് അള്ളാഹു കാവൽ തരും. ഈ 4 കാര്യങ്ങൾ ഏതൊക്കെയാണ്? നിസ്കാരം നിലനിർത്തണം, സ്വതക്ക കൊടുക്കണം, ഖുർആൻ പാരായണം നടത്തണം, തസ്ബീഹ് ചൊല്ലണം. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നവരായിരിക്കും അല്ലേ? ഞാൻ ഈ പറഞ്ഞ ഗുണത്തിൽ ചെയ്യുന്നവരുണ്ടോ? അള്ളാഹിനെ പ്രണയിച്ചിട്ട് ഈ ഒരു ക്വാളിറ്റിയിൽ ചെയ്യുന്നവർ, അങ്ങനെ ചെയ്യുന്നവർ മാത്രമേ സ്വീകരിക്കപ്പെടുള്ളൂ. അങ്ങനെ അല്ലല്ലോ പഠിച്ചവൻ ഇത്ര നാൾ ചെയ്തത്. സങ്കടപ്പെട്ട് അള്ളാഹിനോട് തൗബ ചെയ്താൽ മതി, അവൻ പുറത്തു തരൂലേ? അല്ലേ? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി 4 കാര്യങ്ങൾ ഒഴിവാക്കുക കൂടെ വേണം കേട്ടോ. എന്തൊക്കെയാണത്? 1, കെദിബ്, കള്ളത്തരം. ഒരാൾ പക്കയായിട്ട് നിസ്കരിക്കും, പക്ഷേ വായെടുത്ത കളവ് പറയുള്ളൂ. അവൻ നരകത്തിൽ സുഖം, അവന് ഖബറിൽ സുഖം ഉണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ടോ? രണ്ടാമത്തേത് ഖിയാനത്ത്, വഞ്ചന. സ്വതക്ക കൊടുക്കും, പക്ഷേ മറ്റുള്ളവരെയൊക്കെ വഞ്ചിക്കും, പറ്റിക്കും. അവനും രക്ഷപ്പെടില്ല. മൂന്നാമത്തേത് വന്നമീമ, പരദൂഷണം പറയാം, ഏഷണിയും പരദൂഷണമൊക്കെ ആയിട്ട് നടക്കുന്നവർ, അവർ നരകത്തിൽ ഒരു സുഖം അനുഭവിക്കൂല, അദാബുകളായിരിക്കും. നാലാമത്തേത് മൂത്രമൊഴിച്ചിട്ട് വൃത്തിയാക്കാത്ത മനുഷ്യർ, ശരിക്കും വൃത്തിയാക്കൂല, വാഷ് ചെയ്യൂല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസില്ലേ, അവിടെ നിന്ന് മദീനയിലെ ഒരു ഭാഗത്തൂടെ നടന്നു പോകുമ്പോൾ 2 ഖബറുകൾ കാണുന്നുണ്ട്. ആ ഖബറിൽ ഖബറാളികൾ ശിക്ഷ അനുഭവിക്കുന്നത് മുത്തുനബി നേരിട്ട് കാണുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നിന്ന് ഈത്തപ്പന മടൽ അല്പം വെട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു, വെട്ടിക്കൊണ്ടുവന്നു. ആ പച്ച മടലിൻ്റെ ഭാഗം 2 ഖബറിലും വെച്ചപ്പോൾ ഈ ഈത്തപ്പന മടൽ തസ്ബീഹ് ചൊല്ലുന്നത് വരെ, അതായത് ഇത് ഉണങ്ങുന്നത് വരെ തസ്ബീഹ് ചൊല്ലും. ആ തസ്ബീഹിൻ്റെ ബർക്കത്തുകൊണ്ട് ഈ ഖബറാളികൾക്ക് അദാബ് കുറയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് നമ്മളൊക്കെ ഈ ഖബറിൽ പച്ച മരമൊക്കെ എന്തെങ്കിലുമൊക്കെ കുത്തിവെക്കാനുള്ള കാരണം, അത് തസ്ബീഹ് ചൊല്ലും. അപ്പോൾ ചോദിച്ചു, നബി ഇവരെന്ത് തെറ്റാ ചെയ്തത്? നമ്മുടെ നോട്ടത്തിൽ ചെറിയ തെറ്റാണ്, പക്ഷേ ഖബറിൽ അദാബുണ്ട്. ഒരാൾ മൂത്രമൊഴിച്ചിട്ട് ശരിക്കും വൃത്തിയാക്കാത്ത ആളാണ്, മറ്റേ ആൾ പരദൂഷണം പറയുന്ന ആളാണ്, ഖബറിൽ അദാബാണ്. അപ്പോൾ ഈ സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ ഖബറിൽ അദാബിൽ നിന്ന് രക്ഷപ്പെടില്ല. ഇതൊക്കെ മാറ്റണം, ഇതൊക്കെ മാറ്റി നല്ല ആളുകളായിട്ട് മാറണം. ഈ റജബ് അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതല്ലേ? പരിശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്? ഖുർആൻ സൃഷ്ടിയാണെന്ന് വാദിച്ച പുത്തൻവാദികൾ ആരാണ്? അത് മുഅ്തസിലാക്കളാണ്. എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഇന്നത്തെ ചോദ്യം, മുഅ്തസിലാക്കളോട് ജിഹാദ് ചെയ്ത് ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, സൃഷ്ടിയല്ല എന്ന് വാദിച്ചതിൻ്റെ പേരിൽ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്ന മദ്ഹബിൻ്റെ ഇമാമിൻ്റെ പേരെന്താണ്? കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ റിലീഫ് പദ്ധതിയിലേക്ക് ആ പാവങ്ങളെ സഹായിക്കാൻ ഹദിയ നൽകിയിട്ടുണ്ട്. അവരെയൊക്കെ അള്ളാഹു ചേർത്ത് പിടിക്കട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ അലി സയ്യിദിന മുഹമ്മദ്. അർഹമുർ-റഹീമായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ ആരെയും നീ ഹായിബാക്കല്ലേ അല്ലാ. പ്രയാസങ്ങളെ ദൂരീകരിക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ. സിഹറുകൾ, കണ്ണേറുകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കണേ അല്ലാ. നീ ഞങ്ങളെ തള്ളിക്കളയല്ലേ അല്ലാ. നീയല്ലാതൊരത്താണ് ഞങ്ങളിലില്ല പടച്ചോനെ. യാ റബ്ബന, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. എല്ലാം കഴിഞ്ഞ് ഖബറിലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങൾക്കും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും സ്വർഗീയ അനുഭൂതികൾ ആസ്വദിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. നിന്നെ ആസ്വദിച്ച് നിസ്കരിക്കാനും പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കാനും ഒക്കെ നീ തൗഫീക്ക് നൽകണേ അല്ലാ. കൈവെടിയല്ല തമ്പുരാനെ. പരിശുദ്ധ ഭൂമിയിൽ വന്ന് ഉംറ ചെയ്യാൻ കൊതിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പലരും പുറപ്പെടാൻ കാത്തു നിൽക്കുകയാണ്. പരിശുദ്ധ ഭൂമിയിലുള്ളവരുണ്ട്. എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. ഈ രാവിലെ സമയം സ്വബാഹുൽ ഖൈറിൽ ലൈവായിരുന്നു കേൾക്കുന്നവരും അല്ലാതെ സ്വബാഹുൽ ഖൈറിൽ പങ്കെടുക്കുന്നവരൊക്കെ ഉണ്ട്. ആ കുടുംബങ്ങളിലെല്ലാം റഹ്മത്തും ബറക്കത്തും നീ ചൊരിഞ്ഞു നൽകണേ അല്ലാ. ബിഹഖി
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.